22 വയസ്സുള്ള കബഡി പ്ലെയർ ബ്രിജേഷ് സോളങ്കി മരിച്ചത് പേ വിഷബാധ അതായത് റേബിസ് വന്നിട്ടാണ്. ബ്രിജേഷിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അദ്ദേഹം ഡോഗ് റെസ്ക്യൂ ഓപ്പറേഷനിലൊക്കെ ഉള്ള ആളാണ്. അതിന്റെ ഭാഗമായി ഒരു കുഞ്ഞു നായ്ക്കുട്ടിയെ സ്ട്രീറ്റിൽ നിന്നും റെസ്ക്യൂ ചെയ്തു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കൈകളിൽ 2-3 മുറിവുകൾ ഉണ്ടായി. അതൊരു കുഞ്ഞു നായ്ക്കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം അത് കാര്യമായി എടുത്തില്ല. പക്ഷെ ഒരാഴ്ചക്കകം ചെറുതായിട്ട് അദ്ദേഹത്തിൽ റേബിസിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഒരു ചെറിയ വാക്സിൻ തക്ക സമയത്ത് എടുത്തിരുന്നെങ്കിൽ ജീവനോടെ ഇരിക്കേണ്ട ഒരു യുവാവിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത്. റേബിസ് വന്നു പോയാൽ അത് 100% മാരകമായ ഒരു കാര്യമാണ്. ലക്ഷണങ്ങൾ തുടങ്ങിയാൽ പിന്നെ രക്ഷയുണ്ടാവില്ല. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ചെറിയ പനിയോടുകൂടിയാണ് തുടക്കമുണ്ടാകുക. ഏത് മൃഗമാണെങ്കിലും കടിക്കുകയോ മാന്തുകയോ ചെയ്ത സ്ഥലത്ത് പെയിൻ അനുഭവപ്പെടാൻ തുടങ്ങും. അസഹ്യമായ തലവേദന അനുഭവപ്പെടും. പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഹൈഡ്രോഫോബിയയും എയറോഫോബിയയും ഒക്കെ ഉണ്ടാകുക. അതായത് വെള്ളത്തിനോടും എയറിനോടും ഒക്കെ പേടി തോന്നുന്ന അവസ്ഥ. ശ്വാസം എടുക്കാൻ പോലും പേടി തോന്നുക, വെള്ളം ഇറക്കാനോ കുടിക്കാനോ പേടി തോന്നുക. അതിനുശേഷം കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകുന്നു. ഹാലുസിനേഷൻ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ പരാലിസിസ് വരെ എത്തുന്നു. അവസാനം കോമ സ്റ്റേജിലേക്ക് പോയി റെസ്പിറേറ്ററി ഫെയിലിയർ കാരണം മരണത്തിലേക്കും എത്തിച്ചേരുന്നു. നായ, പൂച്ച അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗമാണെങ്കിലും കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ 10 to 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ആ മുറിവ് സോപ്പും വെള്ളവും ഒഴിച്ച് കഴുകിയിരിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള നായ്ക്കൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള നായ്ക്കളുമായി അതിന് സമ്പർക്കം ഉണ്ടായിട്ടില്ല എങ്കിൽ അത്രയും പേടിക്കാനില്ല. പക്ഷേ നമുക്കറിയാത്ത സാഹചര്യത്തിൽ പുറത്തുള്ള നായ്ക്കളുമായി സമ്പർക്കത്തിലാവുകയും അതിനുശേഷം അതുവരെ ഇല്ലാത്ത പോലെ വ്യത്യസ്തമായ രീതിയിൽ നായി പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ ബൈറ്റോ കിട്ടിയാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക. അതേപോലെ തന്നെ സ്ട്രീറ്റ് ഡോഗ്സിനെയും അതുപോലെയുള്ള മൃഗങ്ങളെയും നിങ്ങൾ റെസ്ക്യൂ ചെയ്യുകയും പരിരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു ബൈറ്റോ മാന്തലോ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നന്നായി സോപ്പ് ഉപയോഗിച്ച് 10 to 15 മിനിറ്റ്സ് കഴിയ ശേഷം ഉടനെ തന്നെ ഡോക്ടറെ കാണുക. ഡോക്ടർ നിങ്ങളുടെ മുറിവ് പരിശോധിച്ച് കാറ്റഗറി 1, 2, 3 ഇതിൽ ഏതാണെന്ന് തീരുമാനിക്കും. വെറുതെ ഒന്ന് ലിക്ക് ചെയ്താൽ കാറ്റഗറി 1-ലാണ് ഡോക്ടർ നിങ്ങളെ ഉൾപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ വാക്സിന്റെ ആവശ്യമില്ല. എന്നാൽ കാറ്റഗറി 2-ല് ചെറിയ മാന്തലുകളും ചെറിയ കടികളും ഒക്കെ വാക്സിൻ അത്യാവശ്യമുള്ളതാണ്. ഇനി കാറ്റഗറി 3-ൽ വരുമ്പോൾ ആഴമുള്ള മുറിവും അതുപോലെ തന്നെ രക്തം വാർന്നുകൊണ്ടിരിക്കുന്നതുമാണെങ്കിൽ വാക്സിനും അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിനും ആവശ്യമാണ്. നിങ്ങൾ ഈ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളത് വളരെ ചെറുതായ ഒരു കാര്യമാണ്. എന്നാൽ പേവിഷബാധ എന്ന് പറയുന്നത് വളരെ ക്രൂരമായ മരണത്തിലേക്കുള്ള ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ സഹജീവികളോട് സ്നേഹം നല്ലതാണ്. പക്ഷെ അതിനോടൊപ്പം ഈ മുൻകരുതലുകളും ഉറപ്പായിട്ടും എടുത്തിരിക്കണം.